ഇന്ന് റോ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫസ്റ്റ് ലോഗൻ പോളിന്റെ സെഗ്മെന്റ് ആണ് നടന്നത്. അപ്പോൾ ഈ സെഗ്മെന്റിൽ ലോഗൻ പോൾ വന്നതിന് ശേഷം എന്താണ് പറഞ്ഞത് എന്നുള്ളത് നോക്കുന്നതിനേക്കാൾ മുൻപായിട്ട് ഇന്നത്തെ റോ എപ്പിസോഡിനെ പറ്റി പറയാം. ഇന്നത്തെ റോ എപ്പിസോഡ് അടിപൊളി ഷോ ആയിട്ടാണ് തോന്നിയത്. നല്ല നല്ല മാച്ചും അതുപോലെ തന്നെ സെഗ്മെന്റ് എല്ലാം ഉണ്ടായിരുന്നു. ഇനി ലോഗൻ പോൾ എന്താണ് പറഞ്ഞത് എന്ന് നോക്കാം. റോ എപ്പിസോഡിലേക്ക് ഫാൻസിനെ സ്വാഗതം ചെയ്തുകൊണ്ട് പറയുന്നത് ഇങ്ങനെയാണ്. അതായത് സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവന്റ് കഴിഞ്ഞതിന് ശേഷം നടക്കുന്ന റോ എപ്പിസോഡിൽ ജെയുസയല്ല ലോഗൻ പോളാണ് വേൾഡ് ചാമ്പ്യനായിട്ട് വരാൻ പോകുന്നത്. ജെയുസനെ സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവന്റിൽ തോൽപ്പിക്കുമെന്നൊക്കെ. അതുപോലെ ഈ സെഗ്മെന്റിൽ ഗന്ധറിനെയും മെൻഷൻ ചെയ്യുന്നുണ്ട്. കാരണം ഇവരിൽ ആര് ജയിച്ചാലും ഗന്ധറിന് ചാമ്പ്യൻഷിപ്പ് വേണം, അതും ജൂൺ 9 നടക്കുന്ന റോ എപ്പിസോഡിൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ഗന്ധറോട് വന്നുകൊണ്ട് ലോഗൻ പോളുമായിട്ട് സെഗ്മെന്റ് ചെയ്തു. അപ്പൊ ജെയുസോടെ കൂടെ ടാപ്പോട്ടിയിൽ തോറ്റുപോയ കാര്യത്തെ പറ്റിയെല്ലാം പറഞ്ഞുകൊണ്ട് കളിയാക്കുന്നുണ്ട് ലോഗൻ പോൾ ഗന്ധറിന്. പിന്നീട് ലോഗൻ പോളിനെ ജസ്റ്റ് ഒന്ന് പുകഴ്ത്തി പറഞ്ഞ് അവസാനം എപ്പോഴത്തെയും പോലെ കളിയാക്കി വിട്ടു ഗന്ധർ. പിന്നീട് പറയുന്നുണ്ട് ലോഗൻ പോളിനോട്, നീ ചാമ്പ്യൻഷിപ്പ് ജയിക്കുകയാണെങ്കിൽ നിന്റെ കയ്യിൽ നിന്നും ആ ഒരു ചാമ്പ്യൻഷിപ്പ് എല്ലാം ഞാൻ വിൻ ചെയ്യും എന്നൊക്കെ. പിന്നീട് ഗന്ധർ അവിടെ നിന്നും ഇറങ്ങി പോകുമ്പോൾ വേൾഡ് ചാമ്പ്യൻ ജെയുസ വന്നുകൊണ്ട് ലോഗൻ പോളിന് ഒരു സൂപ്പർ കിക്ക് കൊടുത്ത് ഗന്ധറിനോട് പറയുന്നത്, ലോഗൻ പോളൊന്നും ചാമ്പ്യൻ ആവില്ല, ജെയുസ തന്നെയാണ് സ്റ്റിൽ ചാമ്പ്യൻ ആവാൻ പോകുന്നത്, അതുകൊണ്ട് ഞാൻ നിന്നെ ചാലഞ്ച് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർക്ക് മാച്ച് വരുന്നത് പോലെയാണ് കാണിച്ചിട്ടുള്ളത് ഈ ഒരു സെഗ്മെന്റിൽ. അപ്പോൾ ഈ സെഗ്മെന്റ് നല്ല സെഗ്മെന്റ് ആയിട്ടാണ് തോന്നിയത്. പിന്നീട് ബാക്ക് സ്റ്റേജിൽ വേൾഡ് ചാമ്പ്യൻ ജെയുസ പോകുന്ന സമയത്ത് പോൾ ഹേമനുമായിട്ട് ഒരു സെഗ്മെന്റ് ചെയ്തു. അപ്പോൾ ആ സെഗ്മെന്റിൽ ജെയുസനെ പോൾ ഹേമൻ കളിയാക്കുന്നത് പോലെയും അതുപോലെ റോമൻ റെയിൻസ്, CM പങ്ക് ഇവരെ ചതിച്ചു എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ അതിനെ പറ്റിയെല്ലാം പറയുന്നുണ്ട്. മെയിനായിട്ടും ഈ സെഗ്മെന്റിൽ പറഞ്ഞത്, എനിക്ക് നിന്നോട് ചില കാര്യങ്ങളെല്ലാം പറയാനുണ്ട് എന്നാണ്. അതായത് ഒന്ന് ബ്രോൺ ബ്രേക്കറുമായിട്ടുള്ള മാച്ച്, അതൊരിക്കലും ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവന് ചാമ്പ്യൻഷിപ്പ് ലെവലിലേക്ക് വരാൻ വേണ്ടിയിട്ടൊന്നുമല്ല, അത് നിന്നെ ഒതുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അങ്ങനെ മാച്ചെല്ലാം വെച്ചിട്ടുള്ളത്. അതായത് നിന്റെ ഈ ഒരു പോക്കെല്ലാം ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തെ കാര്യം, അവന് വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഒന്നും വേണ്ട, അവൻ്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ വേൾഡ് ചാമ്പ്യൻഷിപ്പ് സെറ്റിന് കൊടുക്കണം എന്നാണ്. അപ്പോൾ എനിക്കും അങ്ങനെയാണ് തോന്നുന്നത്. കാരണം വേൾഡ് ചാമ്പ്യൻഷിപ്പൊക്കെ സെറ്റിൻ്റെ കയ്യിലാണ് ഇരിക്കേണ്ടത്, നിന്റെ കയ്യിലൊന്നും വേൾഡ് ചാമ്പ്യൻഷിപ്പ് സെറ്റല്ല. ഈ ഒരു ടൈപ്പിലൊക്കെ പോൾ ഹേമൻ പറയുന്നുണ്ട്. മെയിനായിട്ടും ഈ സെഗ്മെന്റിൽ ഉദ്ദേശിച്ചത്, അടുത്തതായിട്ട് നിന്റെ കൂടെ ലോഗൻ പോൾ ചാമ്പ്യൻഷിപ്പ് മാച്ച് ചെയ്യാൻ പോകുന്നുണ്ട്. അതിൽ ലോഗൻ പോൾ ജയിച്ചാലും പിന്നീട് ഗന്ധർ ചാമ്പ്യൻഷിപ്പ് ജയിച്ചാലും കാര്യമൊന്നുമില്ല, ഇവരൊക്കെ താൽക്കാലികമായിട്ടാണ് മുന്നോട്ട് പോവുക. എന്നാൽ എപ്പോഴും നിലനിൽക്കാൻ പോകുന്ന ചാമ്പ്യൻ അത് സെത്ത് റോളിൻസ് ആണ്. അതായത് ജെയുസ ഇനി ഇവരുടെ കൂടെയൊക്കെ മാച്ച് വിൻ ചെയ്ത് മുന്നോട്ട് പോയാൽ, അതായത് റോ എപ്പിസോഡിൽ ഗന്ധറിനെയും തോൽപ്പിച്ച് മുന്നോട്ട് പോയാൽ പിന്നീട് വരുന്ന ചാലഞ്ചർ സെത്ത് റോളിൻസ് ആണ് എന്ന് പോൾ ഹേമൻ ഈ സെഗ്മെന്റിൽ പറഞ്ഞിട്ടുണ്ട്. റോ എപ്പിസോഡിൽ ഫസ്റ്റ് നടന്ന മാച്ച് ടാഗ് ടീം മാച്ചാണ്. പെൻഡ, AJ സ്റ്റൈൽസ് ഫോഴ്സസ് ഫിൻ ബാലർ ആൻഡ് JD മെക്ഡാനിക്, ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. അപ്പോൾ ഈ മാച്ച് നല്ല അടിപൊളി മാച്ചായിട്ടാണ് തോന്നിയത്. രണ്ട് ടീമിൻ്റെയും പെർഫോമൻസ് ഈ മാച്ചിൽ നന്നായിട്ടുണ്ടായിരുന്നു. മാച്ചിൻ്റെ അവസാനത്തിൽ റിംഗ് സൈഡിൽ വെച്ചുകൊണ്ട് JD മെക്ഡാനിക്കിന് മെക്സിക്കൻ ഡിസ്ട്രോയർ കൊടുക്കുന്നുണ്ട് പെൻഡ. അതുപോലെ തന്നെ AJ സ്റ്റൈൽസ്, കാർലിറ്റോയ്ക്ക് എല്ലാം ഫെനാമിനൽ ഫോറം കൊടുക്കുന്നുണ്ട്. എന്നാൽ അല്പസമയത്തിനുള്ളിൽ തന്നെ അവിടെ എൽ ഗ്രാൻഡ് അമേരിക്കാനോ ഓഡിയൻസിന്റെ സൈഡിൽ വന്നുകൊണ്ട് ആ ഒരു മെറ്റൽ പ്ലേറ്റ് വെച്ച് പെൻഡയുടെ ഹെഡിലെല്ലാം അറ്റാക്ക് ചെയ്യുന്നതായിട്ടും ശേഷം ഈ ഒരു അവസരം ഉപയോഗിച്ച് ഫിൻ ബാലർ പെൻഡയെ റിങ്ങിൽ കൊണ്ടുപോയി ഫിനിഷർ കൊടുത്തുകൊണ്ട് ഈ മാച്ചിൽ ഫിൻ ബാലർ ആൻഡ് JD ഇവരാണ് വിൻ ചെയ്തത്. അപ്പോൾ റെയ് മിസ്റ്റീരിയോയ്ക്ക് ശേഷം പെൻഡയായിട്ടാണ് എൽ ഗ്രാൻഡ് അമേരിക്കാനോ ഈ ഒരു റെസ്ലറുടെ ഫ്യൂഡ് പോകുന്നത്. പിന്നീട് ഇയോ സ്കൈ, ബെക്കി ലഞ്ച് ഇവർക്കൊരു സ്പാർക്ക് വരുന്നത് പോലെ കാണിച്ചു ബാക്ക് സ്റ്റേജിൽ. അപ്പോൾ അതിൻ്റെ കാര്യം മണി ഇൻ ദി ബാങ്ക് ക്വാളിഫയിങ് മാച്ച് ഉള്ളതുകൊണ്ടാണ്. അതായത് ആ മാച്ചൊക്കെ വിൻ ചെയ്ത് മണി ഇൻ ദി ബാങ്കുമായിട്ട് ഇയോ സ്കൈയുടെ ചാമ്പ്യൻഷിപ്പ് എടുക്കാൻ വരാം എന്ന ലെവലിൽ. അതിനുശേഷം വുമൻസിന്റെ മണി ഇൻ ദി ബാങ്ക് ക്വാളിഫയിങ് മാച്ചാണ് നടന്നത്. ബെക്കി ലഞ്ച് വേഴ്സസ് നറ്റാലിയ വേഴ്സസ് റോക്സാൻ പെരസ്, ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. അപ്പോൾ ഈ മാച്ച് നല്ല അടിപൊളി മാച്ചായിട്ടാണ് തോന്നിയത്. മാച്ചിൻ്റെ അവസാനത്തിൽ നറ്റാലിയയ്ക്ക് ബെക്കി ലഞ്ച് മാൻ ഹാൻഡൽ സ്ലാം ഫിനിഷർ കൊടുത്ത് പിൻ ചെയ്യുന്ന സമയത്ത്, അതായത് വിൻ ചെയ്യാൻ പോയ സമയത്ത് IC ചാമ്പ്യൻ ലൈറ വൽക്കിരിയ വന്ന് ബെക്കി ലഞ്ചിനെ റിങ്ങിന് പുറത്തേക്ക് വലിച്ചിട്ട് ആ ഒരു അവസരമെല്ലാം കളഞ്ഞു. ശേഷം ഇവർ ഭയങ്കരമായി ഫൈറ്റ് ചെയ്ത് ബെക്കി ലഞ്ച് രണ്ടാമതും മാച്ച് കണ്ടിന്യൂ ചെയ്യാൻ നോക്കിയപ്പോൾ അപ്പോഴും ലൈറ വൽക്കിരിയ അതിന് സമ്മതിച്ചില്ല. പിന്നീട് ഇവരിങ്ങനെ ഫൈറ്റ് ചെയ്ത് പോയ സമയത്ത് ആ ഒരു അവസരം ഉപയോഗിച്ച് റോക്സാൻ പെരസ് നറ്റാലിയയ്ക്ക് ഫിനിഷർ കൊടുത്തുകൊണ്ട് ഈ മാച്ചിൽ റോക്സാൻ പെരസ് ആണ് മണി ഇൻ ദി ബാങ്ക് ലാഡർ മാച്ചിലേക്ക് ആഡ് ആയത്. അപ്പോൾ ഇത് നല്ല റിസൾട്ടായിട്ടാണ് തോന്നിയത്. അവരൊക്കെ മണി ഇൻ ദി ബാങ്ക് ലാഡർ മാച്ചിൽ വന്ന വേറെ ലെവലായിട്ടുള്ള എന്തെങ്കിലും സംഭവം നമുക്ക് കിട്ടും. പിന്നെ ഒരു കാര്യം വിട്ടുപോയി, ഈ മാച്ചിനേക്കാൾ മുൻപായിട്ട് സെത്ത് റോളിൻസ്, ലോഗൻ പോൾ ഇവരുടെ സെഗ്മെന്റ് ബാക്ക് സ്റ്റേജിൽ
കാണിച്ചിരുന്നു. അപ്പൊ ആ സെഗ്മെന്റിൽ എന്താണ് പറഞ്ഞത് എന്ന് നോക്കാം. അപ്പോൾ ലോഗൻ പോളിനോട് സെത്ത് പറയുന്നത് ഇങ്ങനെയാണ്, അതായത് നീ ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വലുതായിട്ടൊന്നും കഷ്ടപ്പെടണ്ട. ഇന്ന് ബ്രോൺ ബ്രേക്കറുമായിട്ടുള്ള മാച്ചിൽ ജെയ്സോടെ ഏകദേശം പണിക്കുറ്റം ഞങ്ങൾ തീർക്കും. അതിനുശേഷം നിനക്ക് ശനിയാഴ്ച വന്ന് സുഖമായി ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ജെയ്സോ ഒരിക്കലും 100% ആ ഒരു മാച്ചിൽ ഫൈറ്റ് ചെയ്യാൻ തയ്യാറായിരിക്കില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ നീ ചാമ്പ്യൻഷിപ്പൊക്കെ വിൻ ചെയ്ത് ഗന്ധർനെയൊക്കെ തോൽപ്പിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിന്നെയും കാത്ത് വേൾഡ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടി ഞാൻ ഉണ്ടാകും എന്നാണ് സെത്ത് പറഞ്ഞത്. അതുപോലെ സമി സെയിം വേൾഡ് ചാമ്പ്യൻ ജെയ്സോ ഇവരെയും ബാക്ക് സ്റ്റേജിൽ കാണിച്ചിരുന്നു. അപ്പോൾ അതിൽ ബ്രോൺ ബ്രേക്കറുമായിട്ടുള്ള മാച്ചിനെ പറ്റിയൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നീട് ഷെയ്മസ് വേഴ്സസ് ഗ്രേസൺ വാലർ ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ച്. അപ്പോൾ ഈ മാച്ച് അത്യാവശ്യം നല്ല മാച്ചായിട്ടാണ് തോന്നിയത്. മാച്ചിന്റെ അവസാനത്തിൽ ഷെയ്മസ് ഗ്രേസൺ വാലറിന് ഫിനിഷറെല്ലാം കൊടുത്തുകൊണ്ട് ഈ മാച്ചിൽ ഷെയ്മസ് ആണ് വിൻ ചെയ്തത്. അതിനുശേഷം ബാക്ക് സ്റ്റേജ് സെഗ്മെന്റിൽ ഗന്ധറുമായിട്ട് സെത്ത് റോളൻസ് സംസാരിച്ചു. അതായത് ഗന്ധർ അങ്ങനും വേൾഡ് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യുകയാണെങ്കിൽ ഗന്ധറിനെ അവസാനിപ്പിക്കാൻ പോകുന്നത് സെത്ത് റോളൻസ് ആയിരിക്കും. ഈ ഒരു ടൈപ്പിലാണ് അതിലും ഉദ്ദേശിച്ചത്. പിന്നീട് വീണ്ടും മണി ദി ബാങ്ക് ക്വാളിഫയിങ് മാച്ച് റിയ റിപ്ലി, കൈരി സെയിൻ, സോയി സ്റ്റാർക്ക് ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. അപ്പോൾ കൈരി സെയിൻ ഇഞ്ചുറി മാറി ഇന്നാണ് വന്നിട്ടുള്ളത്. ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ നല്ല മാച്ചായിട്ടാണ് മുന്നോട്ട് പോയത്. പക്ഷെ മാച്ചിന്റെ പകുതിക്ക് വെച്ച് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം സംഭവിച്ചു. അതായത് സോയി സ്റ്റാർക്ക് കൈരി സെയിനെ ഒരു മിസൈൽ ഡ്രോപ്പ് കിക്ക് എല്ലാം ചെയ്ത സമയത്ത് അവർക്ക് വലിയൊരു ഇഞ്ചുറി സംഭവിക്കുന്നതായിട്ടും ശേഷം അവരെ ചെക്ക് ചെയ്തുകൊണ്ട് ബാക്ക് സ്റ്റേജിലേക്ക് എടുത്തുകൊണ്ട് പോകുന്നതായിട്ടെല്ലാം കാണിച്ചിരുന്നു. പിന്നീട് ഇത് സിംഗിൾസ് മാച്ച് ആയിട്ടാണ് പോയത്. അപ്പോൾ അവിടെ തന്നെ ഈ മാച്ചിന്റെ ഏകദേശം പണി പാളി. അതായത് ട്രിപ്പിൾ ത്രെഡായിട്ട് ഇവർ പ്ലാൻ ചെയ്ത കാര്യങ്ങളൊന്നും സെറ്റാക്കാൻ പറ്റിയില്ല. എന്നാലും റിയ റിപ്ലിയും കൈരി സെയിനും മാച്ച് നന്നായി തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോയത്. മാച്ചിന്റെ അവസാനത്തിൽ കൈരി സെയിനെ ഫിനിഷർ ചെയ്ത് റിയ റിപ്ലിയാണ് മണി ദി ബാങ്ക് ലാഡർ മാച്ചിലേക്ക് ആഡ് ആയത്. അപ്പോൾ ഇത് നല്ല റിസൾട്ടായിട്ട് തോന്നി. പക്ഷെ സോയി സ്റ്റാർക്കിന് ഇഞ്ചുറി സംഭവിച്ചത് ഒട്ടും പ്രതീക്ഷിച്ചില്ല. പേടി എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഇവരെയും WWE കളഞ്ഞേക്കാം. അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ. പിന്നീട് ജഡ്ജ്മെന്റ് ഡേ ടീമിന്റെ ബാക്ക് സ്റ്റേജ് സെഗ്മെന്റ്. അപ്പോൾ ഈ സെഗ്മെന്റിൽ റോക്സാൻ പെരസിനെ കൊണ്ടുവന്ന് ഫിൻ ബാലർ ഇവരുമായി സംസാരിക്കുന്നതായിട്ടാണ് കാണിച്ചത്. അപ്പോൾ ഡൊമിനിക് എല്ലാം പറയുന്നുണ്ട് ലിവ് മോർഗനോട് ചോദിക്കാതെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നൊക്കെ. അപ്പോൾ ഫിൻ ബാലർ പറയുന്നുണ്ട് നീയല്ല കുറച്ച് നാൾ മുൻപൊക്കെ നമ്മുടെ ടീമിലേക്ക് മറ്റൊരാളെ വേണം എന്നൊക്കെ പറഞ്ഞത് എന്ന്. പിന്നീട് ഇവരിങ്ങനെ സംസാരിച്ച് മുന്നോട്ട് പോകുമ്പോൾ റോക്സാൻ പെരസ് ടീമിലെ ആളാവണ്ട, നിങ്ങൾക്ക് എന്ത് സഹായം വേണമെങ്കിലും ചെയ്യാം, ഈ ഒരു ടൈപ്പിലൊക്കെ എത്തി. പിന്നീട് റോക്സാൻ പെരസ് ഇവർക്കെല്ലാം ഗിഫ്റ്റ് കൊടുക്കുന്നതായിട്ടും എന്നാലും അതെല്ലാം ലിവ് മോർഗനോട് ചോദിച്ചിട്ടേ മുന്നോട്ട് പോകാൻ സാധിക്കൂ എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നീട് ഫിൻ ബാലർ പറയുന്നുണ്ട് എന്നാൽ എനിക്ക് അതിനൊന്നും കാത്തിരിക്കാൻ സമയമില്ല എന്നൊക്കെ. എന്തായാലും റോക്സാൻ പെരസിനെ വെച്ചായിരിക്കും കുത്തിത്തിരിപ്പുണ്ടാക്കുക. പിന്നീട് റോ എപ്പിസോഡ് മെയിൻ ഇവന്റായി നടന്നത് വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻ ജെയ്സോ വേഴ്സസ് ബ്രോൺ ബ്രേക്കർ ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ചാണ്. അപ്പോൾ ഈ മാച്ച് നല്ല അടിപൊളി മാച്ചായിട്ടാണ് തോന്നിയത്. രണ്ടുപേരുടെയും പെർഫോമൻസ് ഈ മാച്ചിൽ നന്നായിട്ടുണ്ട്. മാച്ചിന്റെ അവസാനത്തിൽ ജെയ്സോ വിൻ ചെയ്യാൻ പോകുന്ന സമയത്ത് പോൾ ഹേമൻ ജെയ്സോയുടെ കാലെല്ലാം പിടിച്ചു വലിച്ചുകൊണ്ട് ജെയ്സോയുടെ ആ ഒരു അവസരമെല്ലാം കളയുന്നുണ്ടായിരുന്നു. ശേഷം ജെയ്സോ പോൾ ഹേമനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് സെത്ത് റോളൻസ് വന്നുകൊണ്ട് ജെയ്സോനെ അറ്റാക്ക് ചെയ്ത് ആ മാച്ച് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചു. പിന്നീട് സേവ് ചെയ്യാൻ സാമി സെയിൻ വന്നുവെങ്കിലും സാമി സെയിൻ റിങ്ങിലേക്ക് കയറാതെ ഇങ്ങനെ നിൽക്കുന്നതായിട്ടും അപ്പോൾ ഫാൻസ് മുഴുവൻ CM പങ്കിന്റെ പേര് പറയുന്ന സമയത്ത് CM പങ്ക് അവിടെ വന്നു. പിന്നീട് ഇവരെല്ലാം ഭയങ്കരമായി ഫൈറ്റ് ചെയ്ത് CM പങ്ക്, സാമി സെയിൻ, സെത്ത്, ബ്രോൺ ബ്രേക്കർ ഇവരെല്ലാം ഓഡിയൻസിന്റെ സൈഡിൽ കൂടെ പോകുന്നതായിട്ടും റിങ്ങിൽ നിൽക്കുന്ന ജെയ്സോയെ ലോഗൻ പോൾ വന്നുകൊണ്ട് അറ്റാക്ക് ചെയ്ത് റോ എപ്പിസോഡ് എൻട്രി കാർഡ് കാണിച്ച് അവസാനിപ്പിച്ചു. അപ്പോൾ ഇതാണ് റോ എപ്പിസോഡിൽ നടന്നിട്ടുള്ളത്. ഇന്നത്തെ റോ എപ്പിസോഡ് അടിപൊളിയായിട്ടാണ് തോന്നിയത്, പ്രത്യേകിച്ച് മെയിൻ ഇവന്റ്. അതുപോലെ ഫസ്റ്റ് നടന്ന ടാഗ് ടീം മാച്ചും അടിപൊളിയായിട്ടുണ്ട്. റോ എപ്പിസോഡിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാം. മാക്സിമം ലൈക്ക് അടിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.